എടിയേ, ഓ നീ ഇതെവിടെയാ? ഞാനിവിടെ ഉണ്ട്. ആ ഈ കിണറിന്റെ അടുത്ത്. ആ ആഹാ, നീ ഇതെന്തെടുക്കുക? ഇതെന്താ കൊതുക് വലയൊക്കെ ഇട്ട് കിണർ കൂടുന്നേ? അതെ, അപ്പുറത്തെ വീട്ടില് ശൈലജക്കേ മലമ്പനിയാ. ആണോ? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അവൾക്ക് പനി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിറയലോട് കൂടിയ പനിയായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം സംശയം തോന്നിയ ഡോക്ടർ രക്തം പരിശോധിക്കാൻ പറഞ്ഞു. രക്തം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് മലമ്പനിയാന്ന്. ശോ, കഷ്ടായിപ്പോയി. അതിന് നീ എന്തിനാ നമ്മുടെ കിണർ കൊതുകുവലിട്ട് മൂടുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, ഈ മലമ്പനി പരത്തുന്ന കൊതുകുകള് മുട്ടയിട്ട് പെരുകുന്നതേ ഈ ശുദ്ധജലത്തിലാ. നമ്മുടെ കിണറിന് അധികം ആഴമില്ലാലോ. ഒരു സുരക്ഷാ മുൻകരുതൽ. നീ ആള് കൊള്ളാലോ. കിണറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു പാത്രത്തിലും ഇങ്ങനെ വെള്ളം തുറന്നു വെക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ വാട്ടർ ടാങ്ക് അതെല്ലാം അടച്ചു സൂക്ഷിക്കണം. മലമ്പനി പരത്തുന്ന കൊതുകുകളെ ഒരിക്കലും പെരുകാൻ അനുവദിച്ചുകൂടാ. സത്യത്തിൽ ഈ മലമ്പനിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയെന്ന് ഞാൻ കരുതിയേ. പണ്ടൊക്കെ പുറത്തു പോയി വരുന്നവർക്കായിരുന്നു മലമ്പനിയൊക്കെ പിടിച്ചിരുന്നത്. ഞാനും അങ്ങനെ കരുതിയിരുന്നേ. പക്ഷെ ഇപ്പൊ ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്നുണ്ടല്ലോ. രോഗം പകരാൻ അധികം കാരണമൊന്നും വേണ്ട. സുരക്ഷയാണ് ഏറ്റവും വലിയ പ്രതിരോധം. എന്തായാലും ഈ നശിച്ച കൊതുകുകളെ കൊണ്ട് നമ്മളൊക്കെ തോറ്റെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയല്ല, ഈ നശിച്ച കൊതുകുകളെ നമ്മൾ തോൽപ്പിക്കുന്നു എന്ന് പറയണം. വളരാൻ അനുവദിക്കാതെ എല്ലാത്തിനെയും നശിപ്പിക്കണം. എന്നാ മലമ്പനിന്ന് ശാശ്വത മോചനം നേടാം. ഈ ആള് കൊള്ളാലോ. ഞാൻ കുറച്ച് ഗപ്പി മീനുകളെ കൊണ്ടുവരാം. കൂത്താടികളെ കാര്യം അവര് നോക്കിക്കോളും. ശ്രദ്ധിക്കുക, ഏതു പനിയും മലമ്പനിയാകാം. അതുകൊണ്ട് പനി പിടിച്ചാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പരിശോധന തേടണം. രക്തപരിശോധനയിലൂടെയാണ് മലമ്പനിയാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നത്. മലമ്പനിക്കുള്ള ചികിത്സ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭിക്കുന്നതാണ്. പിന്നെ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും.